ഹായ് ഫ്രണ്ട്സ് ടൂർ ഇട്ട് പോവാം. മഞ്ജു എന്ത് പറ്റമ്മ? ഇല്ല മഞ്ജു, നമുക്ക് പോവണ്ടേ? എവിടേക്ക് അമ്മ പോകണു? മഞ്ജു, നിൻ്റെ മാമാസ് ഇന്ത്യക്ക് വരാൻ പോവാ. മാമാസാ? ആരാ? നിൻ്റെ മാമങ്ങൾ. എന്ത് മാമുവാ? അതെ അതെ, മഞ്ജുവിനെ പോയിട്ട് വിളിച്ചോണ്ട് വരാം. അമ്മ എനിക്ക് പറ്റില്ല, പറഞ്ഞേക്ക്. എനിക്ക് സ്കൂൾക്ക് ലേറ്റായി. എന്താ സ്കൂൾക്ക് ലേറ്റായാ? പോമ്മ, എനിക്ക് ലേറ്റായി എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് ഒറ്റ ഓട്ട് പോയി. ഇവളൊരു കാര്യം പറഞ്ഞ് സാറില്ല. ആറമ്മ കോൾ ചെയ്തു. മോം എവിടെ കേട്ടു വിളിക്കുന്നു? ഞാൻ ആറമ്മൻ്റെ അമ്മയ്ക്ക് വിളിച്ചായിരുന്നു. ആറമ്മൻ്റെ അമ്മ അവിടെ. ആറമ്മൻ്റെ അമ്മ പറയാൻ തുടങ്ങി, എടാ പോയിട്ട് എത്തിയോടാ? ഇല്ല അമ്മ, നിങ്ങൾ ലേറ്റാ. അമ്മ നിങ്ങൾ എപ്പോൾ വരാ? ഇല്ലടാ ആറം, നീ ഫസ്റ്റ് പോയിക്കോടാ. അമ്മക്ക് ഡാഡി അച്ഛനക്കും അമ്മയ്ക്കോട് ജോലി ഉണ്ടടാ, കുറച്ച് ജോലി കഴിഞ്ഞ ശേഷിട്ട് അങ്ങ് വരാം. നിങ്ങൾ ഫസ്റ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. ശരിയാവും. അവരുടെ എങ്ങനെ നന്നായിട്ട് അവർ വരാമായിരുന്നു, നല്ല ഇങ്ങനെ എൻജോയ് ചെയ്തത് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു കാറ് വെച്ചായിരുന്നു അവിടെ. ഒരു വെട്ട അങ്കിളായിരുന്നു അവർ. കാറ് ശരി അങ്കിൾ, നിങ്ങൾ ബൈക്കിൽ ഒരാൾ വന്നായിരുന്നു. ആ ബൈക്കിൽ പറഞ്ഞ ഒരു ഒരാൾ ബൈക്കിൽ വന്നായിരുന്നു. അതെ, അങ്കിളിൻ്റെ ഫ്രണ്ടായിരുന്നു ഡ്രൈവർ അങ്കിളുടെ. അങ്ങനെ അവർ ഡ്രൈവിങ് ചെയ്ത് വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്കിളിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഓടി വന്നതാണ്. 7 പേര് വന്ന് ഹാക്ക് ചെയ്ത്. നിങ്ങൾ എവിടെ ഇരുന്നോ? ഞങ്ങൾ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഓരോ ഇതാക്കിയത് തന്നെ. മനുഷ്യരങ്ങനെ എല്ലാം പോട്ട് എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും അകത്ത് വന്നു. 7 പേര് പറഞ്ഞിട്ട് അതെ അങ്ങനെയായിട്ട് ആൻറ്റി, എൻ്റെ മുറപ്പെണ്ണ് ഇവിടെ ഉണ്ട് എന്നെ ചോദിച്ചു. മുറപ്പെണ്ണ? ആരടാ എന്ന് ചോദിക്കുന്നേ? മഞ്ജു എവിടെ എന്ന് കേട്ടു. ഓ മഞ്ജു, അവള് സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളാ? അപ്പോൾ കോളേജ്? ഇല്ലടാ, നെക്സ്റ്റിൽ കോളേജ് പോകണം. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് ഇപ്പോൾ നെക്സ്റ്റ് കോളേജിലേക്കാണ് പോകാൻ പോകുന്നത്. ഓ കോളേജിലേക്കാ? ഇന്നെന്തോ ഒന്നുണ്ട്, ഫൈനലാണ്, ലാസ്റ്റാണ് ഇന്ന് അങ്ങനെയായിട്ട് പറഞ്ഞു. ഓ അങ്ങനെ ഹീറോ ഈ സ്കൂളിൽ പോയി എല്ലാവരും എൻജോയ് ചെയ്ത് ഷോർട്സിലെല്ലാം എഴുതാൻ തുടങ്ങി. നെക്സ്റ്റ് നമുക്ക് കോളേജിൽ പോകുന്നതാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ ജോലിയായിട്ട് ഫ്രണ്ടിനോട് എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയിൻ നല്ല സന്തോഷത്തിൽ ജമിച്ചൊരു ഡ്രസ്സിലെല്ലാം പേര് കിറുക്കി അടിച്ചായിരുന്നു. ഹീറോയിൻ കളർ പൊടി അത് ഇതെല്ലാം ഡാൻസ് കളിച്ച് എല്ലാവരും വന്നു. ഹീറോയിൻ്റെ ഡാഡി അച്ഛൻ വന്നു. അമ്മ വണ്ടിയിൽ കയറിക്കോന്ന്. ഞാൻ വണ്ടിയിൽ കാറിൽ വരായിരുന്നു. ഹീറോയിൻ ജോലിയായിട്ട് അച്ഛാ എനിക്ക് ഇതെല്ലാം സംഭവിച്ചു അങ്ങനെ ഇങ്ങനെ ഇത് പറഞ്ഞു വരായിരുന്നു. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്ത് വരാമായിരുന്നു. അങ്ങനെ ജങ്കുക്ക് യഥാർത്ഥ ഹീറോയിനെ നോക്കും. ജങ്കുക്ക് ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് ചിരിക്കാൻ നോക്കുന്നത് കണ്ടിട്ട് ആറുമുട്ട എന്ത് പറ്റിയിടാ? ഇല്ല, ഞാൻ അങ്ങോട്ട് നോക്കുക എല്ലാവരും എന്ന് പറഞ്ഞു. എല്ലാവരും നോക്കി ജിമ്മിനിക്ക് ചിരിക്കുമെന്ന്. ഇത് എന്താ ഇത് മഞ്ജു അല്ലേ? അയ്യോ മാമ, അയ്യോ ഇവർ വീണ്ടും വന്നു. ചെറിയ പ്രായത്തിൽ എന്തെല്ലാം എന്നെ ടോർച്ചർ ചെയ്തു. അയ്യോ ഇപ്പോൾ വീണ്ടും വന്നു. അയ്യോ മാമ. അത് ഹീറോ, അമ്മ ഞാൻ ഡ്രസ്സ് ചേഞ്ചിട്ട് വരാം. ശരി മഞ്ജു, നിൽക്കടാ നിൽക്ക്. ഇല്ല ഞാൻ നിൽക്കില്ല, ഞാൻ മഞ്ജു അല്ല, ഞാൻ ശ്വേത. എന്ന് മഞ്ജു അവിടെ ഓടിപ്പോയി. മഞ്ജു അല്ലേ ഇത്? അതെ മഞ്ജു ആണല്ലോ. ഞാൻ മഞ്ജു അല്ല, ഞാൻ ശ്വേത അങ്ങനെ പറഞ്ഞ ഹീറോ ഓടിപ്പോയായിരുന്നു. ഇത് കണ്ട അവർ പറയാം മഞ്ജു തന്നെ ഇത്. ഇവിടെ കളവ് പറയാം, ഇവിടെ കള്ളത്തന്നെ നമുക്കറിയില്ലേ. അതേ റിയാക്ഷൻ. ശരി ഓക്കെ. ഹീറോ ഡ്രസ്സ് വെച്ച് അയ്യോ വെളിയിൽ പോകാൻ പേടിയാവും. മഞ്ജു വാടി ഫുഡ് കഴിക്കാം, ഡിന്നർ. ശരി എന്നിട്ട് ഓർ തന്നെ അങ്ങനത്ത് വന്നു. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാനേ. ഹീറോയി ഫുഡ് കഴിക്കുമായിരുന്നു. ഹീറോയി ഒരു ഡ്രസ്സ് ഇട്ടായിരുന്നു, അങ്ങനെ നൈറ്റ് ഡ്രസ്സ്. അങ്ങനെ ഹീറോയിൻ കാലിലൊരു കിളിന്ന് സ്വർണ്ണം മതിയായി. ആരെ കാൽ ടച്ച് ചെയ്ത് മഞ്ജു തിരിഞ്ഞു ജങ്കുക്ക് നോക്ക്. ജങ്കുക്ക് ഫുഡ് കഴിക്കുമായിരുന്നു. ജങ്കുക്കല്ല, അപ്പോൾ ഇപ്പോൾ ഈ സൈഡ് തിരിഞ്ഞ് നോക്ക്. ഈ സൈഡിൽ ജിമ്മിൻ മാമ അല്ലല്ലോ, ജങ്കുക്കിന് ജിമ്മിൻ മാമ അല്ലോ, പിന്നെ ആരാ? വി മാമാണോ? വീണ് നോക്കി. വി റിയാക്ഷനില്ല. അവർ ഫുഡ് കഴിക്കുക. ശരി സ്പൂൺ വേണമെന്ന് താഴെയിട്ടു. അത് നോക്കുമ്പോൾ ജങ്കുക്കിനേക്കാളും ജിമ്മിനേക്കാളുണ്ടായിരുന്നു. ഇതോടെ ഷോക്കായി. ശരിയാക്കാം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ക്ലീൻ ചെയ്ത് എന്നിട്ട് പറയുന്നു മോം എനിക്ക് അവിടുന്ന്. ജങ്കുക്ക് മോം എനിക്ക് എന്ന് പറഞ്ഞു. ജങ്കുക്ക് എണിച്ചു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു. അങ്ങനെ ഹീറോ വേണമെന്ന് ഇങ്ങനെ ഡണ്ണി എടുക്കാൻ മതി എടുക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് നോക്കുമായിരുന്നേ. ജങ്കുക്കിൻ്റെ അടുത്ത് വന്നു. ഇടുപ്പിൽ ഒരു കിള്ളി ജങ്കുക്കിനടുത്ത്. വിമാമ എനിക്ക് ആ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. എന്ത് ജ്യൂസാ? ജിമ്മിൻ്റെ അടുത്ത് പോയി. വീമിൻ്റെ അടുത്ത് പോകുന്ന മാതിരി ചെയ്ത് ജിമ്മിന് ഓരോ നുള്ളിട്ട് പോയി ഹീറോയി. അയ്യോ ജിമ്മിൻ എന്തിടാ നീ എനിക്ക് അറിഞ്ഞ? ജങ്കുക്ക് പറയുന്നത് എന്തോ ഒരു പാറ്റ പറഞ്ഞു മതി, എൻ്റെ എറുമ്പെന്ന് കടിച്ചാൽ മതി. ജിമ്മിന് പറയുന്നത് അതെടാ എനിക്കും അതേ മതി എന്താ പറയുള്ളൂ. ബാക്കി ആറാമ ശ്രദ്ധിക്കുക. ഷുഗർ പറയാൻ തുടങ്ങി. വേറെ എന്തോ ലൈബ്രറി ഉണ്ടല്ലേ. മഞ്ജു കിള്ളിയതാ ഇതൊക്കെ. ഷുഗർ പറഞ്ഞിട്ട് 6 ഷോക്കായി. എന്താണ് ചെയ്തത്?
ഒന്നില്ല ഹാങ് എന്ന് പറയാമായിരുന്നു. ഇതെടാ വി എന്ത് കില്ലിയതാ എന്ന് പറഞ്ഞ് ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയെ കണ്ട് കഥ പോയായിരുന്നു. അങ്ങനെ മഞ്ജുക്ക് റൂമിനുള്ളിൽ പോയായിരുന്നു. മഞ്ജു ഉറങ്ങാൻ പോയായിരുന്നു. അങ്ങനെ വി വന്ന് ഡോർ തട്ട തുടങ്ങി. ഇതാരോ വന്ന് നോട്ടിട്ട് വി ആയിരുന്നു. മാമ. അതെ മാമ വന്നേ. മാമ എന്ത് പോണം? ഇല്ല നിനക്ക് ഇനി എത്ര നാളുണ്ട് കോളേജ് സ്റ്റാർട്ട് ആവണം മാമ? ഇനി 1 month ലീവ് കിട്ടിയിട്ട് മാമ. അങ്ങനെ പറഞ്ഞു. 1 month ലീവാ? അതെ മാമ. ഇപ്പം നിനക്ക് എത്രയായി? 18 വയസ്സായി മാമ. അതൊക്കെ ഇപ്പം എന്താ? 18 വയസ്സായി. ശരി ഓക്കെ എന്ന് പോയായിരുന്നു. അതിന് ഹീറോയ്ക്ക് കൺഫ്യൂസായി. എന്താ ഒന്നും മനസ്സിലായില്ല. മഞ്ജു നന്നായിട്ട് ഉറങ്ങായിരുന്നു. മഞ്ജുക്ക് നല്ല ഡ്രസ്സ് ഓൾറെഡി അവർ റെഡിയാക്കി വെച്ച് വീടെല്ലാം റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. മഞ്ജുക്ക് നല്ല ഉറക്കമായിരുന്നു. കുറേ ഡ്രാമ എല്ലാം നോക്കി നല്ല ഉറക്കത്തിൽ ഉറങ്ങിയായിരുന്നു. സ്കൂളില്ല എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിൽ മഞ്ജു ഉറങ്ങായിരുന്നു. എല്ലാം റെഡിയാക്കാൻ തുടങ്ങി. പിറ്റേഴ്സ് മുമ്പിൻ്റെ മമ്മി ഡാഡി വന്നായിരുന്നു. അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ എന്ന്. അങ്ങനെ ഹീറോയിനെ വിളിച്ചായിരുന്നു. നൈറ്റ് പിന്നെ ഹീറോ ഇറങ്ങി വന്നില്ല. ഫുഡെല്ലാം റൂമിൻ്റെ അകത്ത് കൊടുത്തു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ശരി ഓക്കെ എന്നെ ഹീറോ വെളിയിൽ വരാതെ ഫുഡ് അവർ കൊടുത്ത ഫുഡെല്ലാം കഴിച്ച് നല്ല ഉറക്കത്തിൽ ഇറങ്ങിയായിരുന്നു. നൈറ്റ് ബെല്ലടിച്ച് എന്താ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ റെഡി ആയിട്ട് വാ കുളിച്ചിട്ട് ബ്രഷ് ആയിട്ട് എന്ന് പറഞ്ഞു. ഹീറോയെ കുളിച്ച് റെഡ് ഡ്രസ്സ് ഇട്ട് ഇതിലുള്ള മതി ഡ്രസ്സ് ഇട്ടിട്ട് ഹീറോ വെളിയിൽ വന്നു. വാ ഭംഗിയിട്ടുണ്ടല്ലോ. കേക്കെല്ലാം മുറിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. എല്ലാവർക്കും കേക്കെല്ലാം അമ്മയ്ക്ക് ഇഷ്ടം. അച്ഛനും അമ്മനും കൊടുത്ത് കേക്ക്. പീറ്റേഴ്സ് പോകുമ്പോൾ മമ്മി ഡാഡിക്കെല്ലാം കൊടുത്തു. പീറ്റേഴ്സ് പോകുമ്പോൾ ഡാഡി ഒരാളാണ്. ഒരെല്ലാം ബ്രദേഴ്സ് ചേട്ടൻ അനിയന്മാരുടെ അവരായിട്ട് ഹീറോയി ജോലിയായിട്ട് മാമ നോക്കുന്നു. എന്നാ കയ്യിൽ പിടിച്ചോ എന്നെല്ലാത്തിനും കയ്യിൽ കൊടുത്തു. എന്താ എല്ലാവരും കൂടെ എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയി പോയായിരുന്നു. ഹീറോയുടെ മുമ്പിൽ തലക്കടിച്ച് എന്ന് മഞ്ജു ഇങ്ങനെ ചെയ്തു പോട്ട് മോം അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ 7 പേർ വീടുകൊണ്ട് ഓക്കെ. അങ്ങനെ മഞ്ജു എന്ത് മോളെ എന്ത് മോം ഇങ്ങനെ ഇവിടെ എല്ലാം പിന്നെ ഒരു പാട്ടുണ്ട്. പിന്നെ എൻ്റെ മോക്ക് എൻഗേജ്മെൻറ്റ് എന്ന് ഹീറോയിൻ്റെ ഡാഡി പറഞ്ഞു. മഞ്ജുക്ക് ഷോക്ക്. എൻഗേജ്മെൻറ്റാ? അതെ എൻഗേജ്മെൻറ്റ്. എങ്ങനെ എൻഗേജ്മെൻ്റ് ആയിരുന്നു? 7 പേരെ നോക്കാൻ തുടങ്ങി. നിൻ്റെ മാമ പോയാണ്. ആരും ഒരുപാട് ആറുമാണോ? ആഹാ സെറ്റാവില്ല എന്ന് ഹീറോയിൻ ഇരിക്കുമായിരുന്നു. ആരും എന്ത്